ടോയിൽ ഫീച്ചർ മാറിയിട്ടുണ്ട് ഇന്ന് മുതൽ. ഡിസൈന് ഐഫോണിൻ്റെ ഡിസൈനിലേക്കാണ് മാറിയിട്ടുള്ളത്. ഐഫോൺ സെയിം ഡിസൈനാണ് ഓൾറെഡി ഉണ്ടായത്. എല്ലാം അതുപോലെ തന്നെ കുറച്ച് ലോഗോസൊക്കെ അതിലുള്ള ഡിസൈൻ വ്യത്യാസമുണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഫീച്ചറും കൂടി ആഡ് ആയിട്ടുണ്ട്. കസ്റ്റമറിനുള്ള കോണ്ടാക്റ്റ് ആദ്യം തന്നെ ഉണ്ട്. മുമ്പ് നമ്മൾ ഡ്രോപ്പ് പോയിന്റിലെത്തിയതിന് ശേഷമാണ് കസ്റ്റമർ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായത്. ഇതാദ്യം തന്നെ അതിലുണ്ട്. അതൊരു ഫീച്ചർ ആഡ് ആയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ആഡ് ആയിട്ടുണ്ടോ എന്ന് ഞാൻ മുഴുവനായിട്ട് നോക്കിയിട്ടില്ല. പിന്നെ ഐഫോണിൽ ഫോട്ടോസ് മറ്റേ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫോട്ടോസ് കാണിക്കൂല, പക്ഷേ ഇതിൽ കാണിക്കുന്നുണ്ട്. ഓൾറെഡി മുമ്പ് കാണിച്ചുകൊണ്ടായിരുന്നു ആൻഡ്രോയിഡിൽ. ഓൺലൈൻ ഓഫ്ലൈന് പിന്നെ ഓർഡർ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ഡയറക്ഷൻ ഉണ്ട്, സപ്പോർട്ടുണ്ട്. അത് താഴത്തുള്ളതാണ് ഡയറക്ഷന്, ഇപ്പോഴത്തെ സപ്പോർട്ട് അതായിട്ടാണ്. നമ്മൾ ടോപ്പ് പോയിന്റ് ഒക്കെ സ്ലിപ്പ് ചെയ്ത് നമ്പർ ഐറ്റംസ് സെയിം അതുപോലെ തന്നെയാണ്, പക്ഷെ ഡിസൈൻ കുറച്ച് മാറ്റമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഐറ്റംസ് ഫോട്ടോസ് കാര്യങ്ങളും എന്താ അതിനിപ്പുറത്താണ്. ഇതിൽ ഫോട്ടോ ഐഫോണിൽ കാണിക്കൂല. ഇപ്പോൾ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ മാറുന്ന സമയത്ത് തന്നെ മുമ്പ് ഉണ്ടായിട്ടില്ല. സെയിം ഡിസൈനാണ്, ഐഫോണിൻ്റെ സെയിം ഡിസൈനാണ്, പക്ഷേ ഈ ഫോട്ടോസ് കാണിക്കില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ചില ഹോട്ടലുകളൊക്കെ അകത്ത് കുറേ പേരുണ്ടാവും. അപ്പോൾ നമുക്ക് ഫോട്ടോസ് കണ്ടിട്ടാണ് നമ്മൾ പോയത്. അതിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ വട്ടം തിരിയും. ഇതാണ് കോണ്ടാക്റ്റ്. ആദ്യം തന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത്, കോണ്ടാക്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലോ അല്ലെങ്കിൽ അത് റെസ്റ്റോറൻ്റ് പറയും, കസ്റ്റമറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ, നമുക്കത് നമ്പർ കിട്ടൂലല്ലോ. അപ്പോൾ ഇത് അതിനുള്ള ഓപ്ഷൻ ആഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കളക്ട് ചെയ്ത് ബാക്കി ഡയറക്ഷൻ ബാക്കിയൊക്കെ അത് സെയിം തന്നെയാണ്. നമ്മൾ ഡ്രോപ്പ് പോയിന്റിലെത്തി. കസ്റ്റമറിനെ കോണ്ടാക്ട് ചെയ്ത് ഇപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാറൊക്കെ കൊടുത്ത് ഓക്കെ, ഡെലിവറി സക്സസ്.